ഹലോ വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏർണിങ്ങിൻ്റെ ഒരു പാർട്ട് 1 വീഡിയോ ഇട്ടായിരുന്നു. താങ്ക് യു ഫോർ നല്ലൊരു റെസ്പോൺസ് എനിക്ക് കിട്ടി. അതിൽ ഞാൻ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന ലിങ്ക്ഡിൻ മാത്രമാണ്. ലിങ്ക്ഡിൻ്റെ കാര്യങ്ങളും ലിങ്ക്ഡിൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം അതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഞാൻ പ്യുവർലി ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്തത്, എങ്ങനെയാണ് എനിക്ക് ഇൻറ്റേൺഷിപ്സ് ഒക്കെ കിട്ടിയത്, അതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ തന്നെ അറ്റാച്ച് ചെയ്തേക്കാം. സോ നമുക്ക് കാണാൻ പറ്റും. പിന്നെ വെബ്സൈറ്റിൽ കയറി എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാനിപ്പം പറയുന്നില്ല. അത് നിങ്ങൾക്ക് ഇനി കുറച്ച് നിങ്ങൾ കോളേജിലൊക്കെ കയറിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. സോ ഞാൻ ആദ്യം യൂസ് ചെയ്ത വെബ്സൈറ്റ് എന്ന് പറയാം വെൽ ഫൗണ്ട് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ആക്ച്വലി അത് അവരൊരു ഏഞ്ചലിസ്റ്റ് ഫണ്ടിങ് ഒക്കെ ആയിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഓടുന്നൊരു ആപ്പ് പോലെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനാണ് അത് വെൽ ഫൗണ്ട്. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റെസ്യൂമിയും കാര്യങ്ങളൊക്കെ ഇവരുടെ പ്രൊഫൈലിൽ നമ്മൾ ഇടണം. അതായത് റെസ്യൂം എന്ന് പറഞ്ഞാൽ ഒരു CV നിങ്ങൾ ആക്ച്വലി ഉണ്ടാക്കണം. ഇപ്പം നിങ്ങൾക്ക് ആക്ച്വലി ഒന്നും കാണില്ല, ബട്ട് എന്നാൽ പോലും നിങ്ങളിപ്പം ഒരു വർഷം, അതായത് കോളേജിൻ്റെ ഫസ്റ്റ് ഇയർ ആക്ച്വലി നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഫസ്റ്റ് ഇയർ നിങ്ങൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് എന്തെങ്കിലുമൊക്കെ റെസ്യൂമിൽ ആഡ്. സോ ഇത് കോളേജ് നോട്ട്സിൻ്റെ വാട്സപ്പ് ബോട്ടാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ കീമിൻ്റെ തേർഡ് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു PDF പോലെ കിട്ടും. അതിൽ നിങ്ങൾക്ക് മെയിനായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഇതിൽ കിട്ടുന്നതായിരിക്കും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെക്കൗട്ട് ചെയ്തേക്ക്. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ സെക്കൻഡ് ഇയർ ആവാൻ നിങ്ങൾക്ക് ഒരു റെസ്യൂമേ ഉണ്ടാക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം അവർ ആക്ച്വലി നിങ്ങൾക്ക് ഏതൊക്കെ ഫീൽഡിലാണ് താല്പര്യം എന്ന് ചോദിക്കുക. അപ്പം ചിലവർക്ക് ടെക്നിക്കൽ ഡെവലപ്പറായിട്ടും കിട്ടിയവരുണ്ട് കേട്ടോ ഇൻറ്റേൺഷിപ്പ്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പക്ഷേ ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കണ്ടൻറ്റ് നന്നായിട്ട് എഴുതുമായിരുന്നു. പക്ഷെ ഇപ്പം ആ സമയത്ത് ChatGPT അങ്ങനെ ഒരു ഇതില്ലായിരുന്നു. അപ്പം എനിക്ക് കണ്ടൻറ് റൈറ്റർ പൊസിഷനിലേക്ക് എനിക്ക് കിട്ടിയായിരുന്നു. പിന്നെ ഏതായിരുന്നു, പിന്നെ ബിസിനസ് അനലിസ്റ്റ് പൊസിഷൻ, പിന്നെ ബിസിനസ്സും കാര്യങ്ങളും മാനേജ്മെൻറ്റ്, അല്ല ചെറിയ ചെറിയ സ്റ്റാർട്ടപ്പിലായിരിക്കും നമുക്കിത് കിട്ടുന്നത്. ഓൺലൈനായിട്ടും ചെയ്യാൻ പറ്റും. പിന്നെ മാനേജറിയൽ പൊസിഷനിലേക്കും ചിലപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം ഇതിൽ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ ഒരു പ്രൊഫൈല് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം ഇവർ ഓരോരോ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ഓരോ കമ്പനീസിൻ്റെ ഡീറ്റെയിൽസ് വരും. എന്നിട്ട് ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ റെസ്യൂമേ അല്ല അവർക്ക് നമ്മുടെ പ്രൊഫൈൽ ഓൾറെഡി കാണാം. നമ്മൾ ആക്ച്വലി ഒരു കണ്ടൻറ് അയച്ചു കൊടുക്കണം. അതായത് ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു ക്രാഫ്റ്റഡ്, ChatGPT നോക്കരുത്, ഒരു ക്രാഫ്റ്റഡ് ആയിട്ടുള്ളൊരു കണ്ടൻറ്റാണ് നമ്മൾ വേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഞാൻ പിന്നെ ചെയ്യുന്നത് വെച്ചാൽ ഓൺലൈൻ 1-to-1 ട്യൂഷൻ എടുത്തായിരുന്നു. അതായത് ഞാൻ ആക്ച്വലി കോളേജ് കഴിഞ്ഞിട്ടാണ് എടുത്തത്. പക്ഷേ എൻ്റെ കുറേ ഫ്രണ്ട്സ് അതായത് ഹോം ട്യൂഷൻസ് പോലെ എടുത്തിട്ടുണ്ട്. അതായത് ഹോമിൽ അല്ലെങ്കിൽ വേറെ, അതായത് ട്രസ്റ്റഡ് ആയിട്ടുള്ള വീടുകളായിരിക്കും വരുന്നത്. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ ട്യൂഷൻ എടുക്കണം. അപ്പം ഞാൻ തൃശ്ശൂർ നമ്മുടെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിൽ പഠിക്കുന്ന പിള്ളേർക്കാണെങ്കിൽ ഞാനൊരു ഇത് പറയാം. അതായത് L&R ട്യൂഷൻ സെൻറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ ആക്ച്വലി ഇവരുടെ വെബ്സൈറ്റും കാര്യങ്ങളും ഒക്കെ കയറിയാൽ നമുക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും ഹോം ട്യൂഷൻസിലേക്ക്. അപ്പം ഐ തിങ്ക് കോളേജ് സ്റ്റുഡൻസ് ആയിട്ടുള്ള നിങ്ങൾക്ക് ആക്ച്വലി ഒരു നല്ല ഏർണിംഗ് ആണ്. പെർ അവർ ഒരു എമൗണ്ട് കിട്ടും. ഐ തിങ്ക് ദാറ്റ് സാറ്റിസ്ഫൈങ് ആക്ച്വലി. നിങ്ങൾക്ക് നിങ്ങളുടെ എന്തായാലും ഒരു ഹോസ്റ്റൽ ഫീസ് വരെ പേ ചെയ്യാൻ പറ്റും. പിന്നെ പോക്കറ്റ് മണിക്കുള്ളതും ആവും. അപ്പം തൃശ്ശൂർ പഠിക്കുന്നവർക്ക് ഇത് യൂസ് ചെയ്യാം. ബാക്കിയുള്ളവർക്കും കാണും ആക്ച്വലി. നിങ്ങൾ നിങ്ങളുടെ സീനിയേഴ്സിനോടൊക്കെ ചോദിച്ചാൽ ഓക്കെ എങ്ങനെ ഹോം ട്യൂഷൻസ് അല്ലെങ്കിൽ ഓൺലൈൻ ട്യൂഷൻസ് ഉണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ L&Rന് ഓൺലൈൻ ട്യൂഷൻസും ഉണ്ട്. സോ ഞാൻ അവിടെയും ഞാൻ ടീച്ച് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ ട്യൂഷൻ ആക്ച്വലി. അപ്പം അതും നമുക്കൊരു ടൈമും നമ്മുടെ നല്ല രീതിയിൽ പോവും. അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു കുട്ടീനെ പഠിപ്പിച്ച് മോൾഡ് ചെയ്ത് വരാൻ പറ്റും. പ്ലസ് നമുക്കൊരു ഇൻകവും കിട്ടും. സോ അതും നിങ്ങൾക്ക് ആക്ച്വലി കോളേജ് ടൈമിൽ എൻഗേജിങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ ഞാൻ ടെക് ഇവൻറ്റ്സിനൊക്കെ പോകുമായിരുന്നു. ഇങ്ങനെ ഫൗണ്ടേഴ്സ് മീറ്റപ്പ്, പിന്നെ ഓരോന്നിൻ്റെ ഓരോ കമ്മ്യൂണിറ്റി ഡേയ്സ് ഒക്കെ വരുമായിരുന്നു. അതായത് ഓരോ ബ്രാൻഡിൻ്റെ, ഗൂഗിളിൻ്റെ, ആമസോണിൻ്റെ, അങ്ങനെ. അപ്പോൾ അതിനൊക്കെ ആക്ച്വലി സ്റ്റുഡൻസിന് എൻട്രി ചിലപ്പോൾ ഫ്രീ ആയിരിക്കും. ചിലപ്പം എൻട്രി ഫീ, അല്ലെങ്കിൽ ചിലപ്പം നമുക്ക് എന്തെങ്കിലും കൂപ്പൺ അതൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ട് കയറാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ ഇവൻറ്റ്സിനൊക്കെ പോയായിരുന്നു. അപ്പോൾ ആ രീതിയിൽ അപ്പം ഞാനിങ്ങനെ അത്യാവശ്യം ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ കുറേ പേര് മീറ്റ് ചെയ്യും. അങ്ങനെ അവരുടെ കമ്പനിയിൽ എന്തെങ്കിലും റിക്വയർമെൻ്റ് ഉണ്ടോ എന്ന് അറിഞ്ഞ് അങ്ങനെ
ചില കമ്പനീസിൽ ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നല്ല സാലറി വരുന്ന രീതിയിൽ മന്ത്ലി കയറിയിട്ടുണ്ട്. അത് ആക്ച്വലി 2-3-4 മന്ത്സ് ആണ്. കാരണം കോളേജ് ആകുമ്പോൾ നമുക്ക് എക്സാമിനാണ് ഞാൻ കുറച്ചുകൂടി പ്രയോറിറ്റൈസ് കൊടുത്തിട്ടുള്ളത്. 3rd ഇയർ 4th ഇയർ തൊട്ട് കേട്ടോ. 2nd ഇയർ ആക്ച്വലി ഐ വാസ് ലൈക്ക് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ബട്ട് ലൈക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടാത്തതുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഇടാം. ആക്ച്വലി ഐ ഫീൽ ലൈക്ക് ഓക്കെ, ഞാൻ ഇതൊക്കെ കൂടി ചെയ്തിരുന്നെങ്കിൽ ഞാൻ എനിക്കിപ്പം കുറച്ചുകൂടി ഹാപ്പി ആവാമായിരുന്നു, അല്ലെങ്കിൽ ഫിനാൻഷ്യലി കുറച്ചുകൂടി ഹാപ്പി ആവാമായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും ചെയ്യാം. കാരണം ഐ തിങ്ക് കുറേ പേര് ഈ കോളേജിൽ കയറുമ്പോൾ ഒരു കൺഫ്യൂഷനാണ്, എന്ത് ചെയ്യണം, ഞാൻ ഈ ഇവൻറ്റ്സിനൊക്കെ പോകണോ, അതോ ഞാൻ ക്ലബ്ബിൽ കയറണോ, അതോ ഞാൻ ഇരുന്ന് പഠിക്കണോ, എന്താ ഞാൻ ചെയ്യേണ്ടത്. കുറേ പേര് ലൈക്ക് നമ്മൾ കുറേ പേര് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കും. അത് ഓഫ് കോഴ്സ് ഷുവറാണ്. കാരണം നമ്മുടെ സീനിയേഴ്സ് ആയിരിക്കും നമ്മുടെ ഓക്കെ, അവരാണ് നമ്മുടെ ലൈറ്റും ലാമ്പെന്നൊക്കെ പറഞ്ഞിരിക്കും. പക്ഷെ ലൈക്ക് അത് ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്യും. അവരുടെ രീതിയിലായിരിക്കും. പക്ഷെ നമ്മൾ ഗൈഡൻസ് എപ്പോഴും ചോദിക്കുന്നത് നല്ലത്. ബട്ട് ഡോണ്ട് ട്രൈ ടു ഇമിറ്റേറ്റ് എനിവൺ ആക്ച്വലി. അപ്പം ഞാനൊരു വീഡിയോ എന്തായാലും ചെയ്യാം. ഐ തിങ്ക് അത് ഭയങ്കര ഗുണം ചെയ്യും ആക്ച്വലി, ഇപ്പം കോളേജിൽ പഠിക്കുന്നവർക്കും ഇനി കയറാൻ പോകുന്നവർക്കും. സോ യെസ്, അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്തത്. ഞാൻ കുറേ ടെക് ഇവൻറ്റ്സിന് പോയിട്ടുണ്ട്. എൻ്റെ ലിങ്ക്ഡിൻ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കുറേ ടെക് ഇവൻറ്റ്സ്, കുറേ കോമ്പറ്റീഷൻ, പിന്നെ ഹാക്കത്തോൺസിനൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ഈ ഹാക്കത്തോൺസിന് പോകുമ്പോൾ ഹാക്കത്തോൺസ് എന്താണ്, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എനിക്കറിയാം. ആദ്യമായിട്ട് നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. സോ ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഞാനൊരു വീഡിയോ പ്യുവർലി അതിനു വേണ്ടി ഞാൻ ഇടാം. അപ്പം ഹാക്കത്തോൺസിൽ ഞാൻ പങ്കെടുക്കുമ്പോഴത്തേക്കും നമുക്ക് കോമ്പറ്റീഷനൊക്കെ അടിക്കുമ്പോൾ നല്ല എമൗണ്ട് കിട്ടും. ഒരു 50K 1 lakh ഒക്കെ കിട്ടും. അതായത് നമ്മൾ ടീമായിട്ടായിരിക്കും, നമുക്ക് ഷെയർ ചെയ്യുമ്പോൾ അറൗണ്ട് ഒരു 20-25K നമുക്ക് കിട്ടും. അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ കോളേജിൽ എൻ്റെ ഫീസൊക്കെ അടച്ചുകൊണ്ടിരുന്നത്. കാരണം ആ കറക്റ്റ് ടൈമിൽ ചിലപ്പം കിട്ടും. പിന്നെ നമുക്ക് കുറച്ച് സ്കോളർഷിപ്സ് ഉണ്ട്, അല്ലാതെ ലൈക്ക് MCM മെറിറ്റ് സ്കോളർഷിപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ കോളേജിൽ ചെല്ലുമ്പോൾ അറിയും. ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനെപ്പറ്റി ഓരോന്നിനെയും പറ്റി സ്പെസിഫിക് ആയിട്ട് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഐ വിൽ ഹെൽപ്പ് യു. പിന്നെ നിങ്ങളെല്ലാവരും കോളേജിൽ സോർട്ട് ഔട്ട് ആയെന്ന് എനിക്ക് തോന്നുന്നു. ഇനി നമുക്ക് അലോട്ട്മെൻറ്റ്സ് വരുന്നുണ്ട്. 3rd വരും, പിന്നെ ഒരു സ്പോട്ടും ആയിരിക്കും. ഇത്തവണത്തെ ഒരു ഇത് വെച്ച് വരുന്നത് മോപ്പപ്പൊക്കെ ഉണ്ടാവുമോ എന്നുള്ളത് കൺഫ്യൂഷനാണ്. സോ യെസ്, അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഇതൊക്കെയാണ് ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ. കോളേജിലെല്ലാം ചെയ്തതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് ഏർണിംഗ് സോഴ്സിന് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക എന്താണിത് എന്നുള്ളത്. ഇപ്പം നിങ്ങൾ അതിനെപ്പറ്റി തലയൊന്നും ഇതാക്കണം. നിങ്ങളുടെ കോളേജും അഡ്മിഷനും ഒക്കെ ഇതാക്കുക. പിന്നെ ഇനിയിപ്പം കോളേജിൽ പഠിക്കുന്നവർക്ക് ഐ തിങ്ക് ദാറ്റ് വിൽ ബി യൂസ്ഫുൾ. അപ്പം അത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. മാക്സിമം എല്ലാ ഇൻഫോർമേഷൻസും ഞാൻ അപ്പം തരുന്നതായിരിക്കും. അപ്പം ബൈ.